സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഹൈ ജമ്പ് മത്സരത്തിൽ സ്വർണം നേടിയ തൃശൂർ ആളൂർ ആർമച്ച സ്കൂളിലെ സോണിയാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിനോടൊപ്പം ചേരുന്നത്. സോണി, അഭിനന്ദനങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം, തൃശ്ശൂരിന്റെ ആദ്യത്തെ സ്വർണ്ണമാണ് സോണിയിലൂടെ എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ബെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ജില്ല 162 ചെയ്തു. എനിക്കത് ബെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിലൊരു സങ്കടമുണ്ട്. ഇപ്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ആക്സിഡന്റിലായിട്ടാണ് ഹൈ ജമ്പിലേക്ക് എത്തുന്നത്. സ്പ്രിന്റ് ഇനത്തിലായിരുന്നു മത്സരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അതെന്തായിരുന്നു, ഒരു ട്രെയിനിങ് എന്തായിരുന്നു? അതൊരു ഇഞ്ചുറി വന്നതാ. അപ്പോൾ പിന്നെ എനിക്ക് റൺ ചെയ്യാൻ പറ്റാണ്ട് ഇപ്പോൾ സാറ് പറഞ്ഞപ്പോൾ ഹൈ ജമ്പ് ചെയ്ത് നോക്കാം, കാരണം ലോഡിംഗ് ഒക്കെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഹൈ ജമ്പ് കിട്ടും. അപ്പോൾ എത്ര നാളത്തെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു? ഒരു 1.5 മാസം തികച്ച് ചെയ്തിട്ടുള്ളൂ. സാറോട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാറേ, ഈ പെട്ടെന്നൊരു മത്സര വിഭാഗം മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കായിക താരത്തിന് അത് ഭയങ്കര അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ 1.5 മാസ കാലയളവിൽ അത് സാധ്യമായത് എങ്ങനെയായിരുന്നു? അതായത് ഒരു ബെസ്റ്റ് അത്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡാപ്റ്റ് ചെയ്യാൻ, എത്രയും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം, അതിലേക്കുള്ളതാണ് അവരുടെ ഒരു ബെസ്റ്റ് ഒരു ക്വാളിറ്റി വൈസ് കാണിക്കണം. സോണിക്ക് അത് എന്തായാലും ദൈവം സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ശ്രമിക്കും. നമ്മൾ വളരെ കുറച്ച് പറയേണ്ടി വരുള്ളൂ. ആളൂർ ഇപ്പം RMHS-ലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എങ്ങനെയാണ് പരിശീലനത്തിൻ്റെ സൗകര്യവും ഒപ്പം തന്നെ മറ്റു കുട്ടികളുടെയൊക്കെ കാര്യം എങ്ങനെയാണ്? ഞങ്ങളുടെ ലിമിറ്റഡ് ഫെസിലിറ്റീസ് ഉള്ളൊരു സ്കൂളാണ്, നാട്ടിൻപുറത്തൊരു സ്കൂളാണ്. പക്ഷെ അതിൻ്റെ ലിമിറ്റേഷനിൽ നിന്നിട്ട് എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് കാര്യങ്ങൾ. കൂടുതലും പാവപ്പെട്ട വീട്ടിൽ നിന്ന് പറഞ്ഞ പിള്ളേരാണ്. അപ്പോൾ ഇത് നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒരു പ്രശ്നം എപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടെ റിസൾട്ട് വരും. സോണി, അവിടെ എത്രത്തോളം കായിക താരങ്ങൾ, ഇപ്പോൾ സോണിയെ പോലെ മറ്റു കുട്ടികൾ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവരുടെയൊക്കെ ഒരു പരിശീലനം? 15 പേരുണ്ട്. അപ്പോൾ സാറ് ഫുൾ എഫേർട്ടാണ്. സാറിൻ്റെ വീട് 3 പീടികയാണ്. അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് അവിടെ നിന്ന്. അപ്പോൾ സാറ് ഞങ്ങൾ എത്തുന്നതിന് മുന്നേ സാറ് സ്കൂളിലെത്തും. അപ്പോൾ സാറിൻ്റെ എഫേർട്ട് കാണുമ്പോൾ നമുക്ക് എഫേർട്ട് ഇടാതിരിക്കാൻ തോന്നില്ല. അപ്പോൾ നമ്മളെ ഫുൾ എഫേർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വിഷമമുള്ള കാര്യം സാറിൻ്റെ ജോലിയുടെ കാര്യമാണ്. അപ്പോൾ കുട്ടികളില്ലാത്തതുകൊണ്ട് അടുത്ത കൊല്ലം സാർ ഉണ്ടാകുമ്പോൾ തന്നെ ഉറപ്പില്ല. എൻ്റെ ലാസ്റ്റ് സ്കൂൾസാണ്. പക്ഷെ എന്നാലും ഇനി വന്നെ ഇതൊക്കെ ഞാൻ സാറിന് ട്രെയിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇനി സാറിന് ട്രെയിനിങ് കിട്ടുമെന്ന് തന്നെ ഉറപ്പില്ല. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ഗവൺമെൻറ് തീരുമാനം എടുക്കണം. കായിക അധ്യാപകരുടെ ഒരു നിയമനത്തിൽ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ സഫർ ചെയ്യണ ഞങ്ങളെപ്പോഴുള്ളവരാണ്. ഞാൻ 2021 വന്നിട്ട് ജോയിൻ ചെയ്തത്. ഞാൻ ഗൾഫിലൊരു ബ്രിട്ടീഷ് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നത്. അതിന് ശേഷമാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. നമ്മളെപ്പോഴും മോട്ടിവേറ്റഡ് ആണ്, എന്തെങ്കിലും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കണം, അതേപോലെ കുട്ടികൾ സ്കൂളിൽ വരണം എന്നുള്ളൊരു ആഗ്രഹത്തോടും കൂടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ലൈക്ക് വാട്ട് യു സേ, ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതൊരു ഫേവറബിൾ ആയിട്ടുള്ളൊരു ഡിസിഷൻ ആരെങ്കിലും ഗവൺമെൻറ് സൈഡിൽ നിന്നാണെങ്കിലും ആരെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ സർവൈവ് ആവും. അപ്പം തൃശ്ശൂരിന് ആദ്യത്തെ സ്വർണം സമ്മാനിച്ചിരിക്കുകയാണ് സോണിയയിലൂടെ. പക്ഷേ സോണിയ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പരിശീലനത്തിനുള്ള സൗകര്യം, ഒപ്പം തന്നെ കായിക അധ്യാപകരുടെ കാര്യത്തിലും ചില ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. അതെല്ലാം തന്നെ സർക്കാർ ഉടൻ പരിഹരിക്കുമെന്ന് നമുക്ക് കരുതാം. തിരുവനന്തപുരത്ത് നിന്നും ദീപകിനൊപ്പം MP ദേവൻ, ന്യൂസ് മലയാളം.